ഈ ജൂൺ 27-ാം തീയതി നമ്മുടെ ചുച്ചുക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സന്തോഷത്തോടെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ രാവിലെ നിന്ന്. പക്ഷേ എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല. എനിക്ക് ചെറിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വീണു കേട്ടോ വൈകുന്നേരമായ സമയത്ത്. അപ്പോൾ അങ്ങനെ മുഴുവനാക്കാൻ പറ്റാത്ത ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് വ്ളോഗായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്, പിന്നെ ചുച്ചുക്കുട്ടീനെ ഒരുക്കുന്നതും സ്കൂളിൽ കൊണ്ടുപോകുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എങ്കിലും റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആർക്കാണ് ബർത്ത്ഡേ? ചുച്ചുക്ക് ഡ്രസ് കണ്ട. ചുച്ചുന് അമ്മയ്ക്ക് കിട്ടിയ ദിവസം, അമ്മയ്ക്ക് കിട്ടിയിട്ട് 4 years ആയി അല്ലേ? ചുറ്റുനായിരുന്നു നോക്ക്. അയച്ചോക്ക് നല്ല നോക്കട്ടെ, ചോക്ലേറ്റ് നോക്കട്ടെ. എന്ത് ചോക്ലേറ്റാണ് സ്കൂളിൽ കൊടുക്കാൻ? എന്തൊക്കെയാണ് ഇന്നാണ് ചുച്ചു ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കുളിക്കുമ്പോൾ കഴിയാതിരുന്നിരിക്കുന്നത്. ഈ ഡ്രസ്സ് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം. പറയേ ഫോളോ ചെയ്യാം. അയരക്കുട്ടീനെ നമുക്ക് കിട്ടിയിട്ട് അമ്മിൻ്റെ കുറേ ദിവസത്തെ വേദനകൾ തീർന്നൊരു ദിവസമായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ വീണ്ടും വേദന വരാൻ പോണേ ഉള്ളൂ എന്ന് അന്ന് രാത്രിയാണ് മനസ്സിലായത്. ശരിക്കും നിൽക്കണ്ടായിരുന്നു. കുറേ ബണ്ണുകളുണ്ടായിരുന്നു. എല്ലാം എവിടെ പോയി? ഇനിയിപ്പോൾ അടുത്ത ആരെങ്കിലും അയച്ചു തന്നിട്ട് വേണം അല്ലേ? ബണ്ണൊന്നും കിട്ടിയില്ല, ഞാനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മ കഴിക്കേ. കുട്ടീൻ്റെ പുതിയ ഷൂ ഇതാര് വാങ്ങി തന്നാണ്? ശെൽമാമ വാങ്ങി തന്ന ഷൂ. പുതിയ ഷൂ, പുതിയ ഡ്രസ്സൊക്കെ ആയി. മാല മാത്രം പാശിമാല ഇല്ലേടാ. കുട്ടി ഇട്ട് തരും കണ്ട. കുട്ടിക്കൊക്കെ അറിയാം. അപ്പോൾ രാവിലെ ഞാൻ ഒരുക്കി വിടും. ഒരുക്കുമ്പോൾ കുളിക്കാൻ കയറുന്ന തൊട്ട് ചുച്ചു ഫുള്ള് കരച്ചിലായിരിക്കും കേട്ടോ. കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റുന്നവരെയും കരയും. അത് കഴിഞ്ഞാൽ പിന്നെ കരയില്ല, അങ്ങനെ സ്കൂളിൽ പോകും. ഡെയിലി ഇതൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കി. പിന്നെ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബർത്ത്ഡേ വ്ളോഗ് എടുക്കാമെന്നും വിചാരിച്ചിട്ട് കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു പാലുകൊണ്ടും ഇത് കുറച്ച് നട്ട്സൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയതാണ്. അപ്പോൾ തന്നെ 2 പേര് 2 കൈപ്പിടി വാരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടായിരുന്നു കേട്ടോ. അവർക്ക് ഇപ്പോൾ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് പൈസ ഒരു ഭാഗത്ത് പെട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തരാതെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം വന്നതോടെ ഇനിയും പൈസ കിട്ടില്ല എന്ന് അറിഞ്ഞതോടെ ഞാൻ ആ ടെൻഷനിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ പോയി വീഴുകയായിരുന്നു കേട്ടോ. നല്ല ചന്തണ്ട്. അപ്പോൾ അതേ മോള് പോയിട്ടുണ്ട്. വലിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് നേരത്തെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് ആ പാൽപ്പാടൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. മാറ്റി വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നെയ്യ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ആ സമയത്ത് കാണിച്ചു തരാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഡേറ്റ്സ് വേണം, ഈത്തപ്പഴം വേണം. ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തവർക്കൊക്കെ നമുക്കിത് 2-3 ടൈപ്പിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഒന്ന് വലിയവർക്ക് കുടിക്കാനുള്ളത്, പിന്നെ ഒന്ന് ഒരു 3-4-5 വയസ്സുള്ള കുട്ടികൾക്ക്, പിന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് ഒരു 8 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നട്ട്സ് കുരു കളഞ്ഞതിന് ശേഷം അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്, നട്ട്സ് അല്ല ഡേറ്റ്സ്,
പിന്നെ അതേ നട്ട്സും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഇതിൽ വാൾനട്ട് ഇടാൻ ഞാൻ മറന്നു കേട്ടോ. മനഃപൂർവ്വം മറന്നതാണോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്കത് സാധനം ഇഷ്ടമല്ല. എന്നിട്ട് ഇതേ ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട്, പാൽ മൊത്തത്തിൽ ഇതൊന്ന് കുതിർന്ന് നിൽക്കുന്ന രീതിയിൽ പാലും കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇത് കുതിർത്തിയെടുക്കുക. ഒരു 2-3 മണിക്കൂർ പറ്റുവാണെങ്കിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാലും മതി. അപ്പോൾ ഇതേ വൈകുന്നേരം ആയിട്ടുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഈ പുതിയ ചെടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ബാക്കി കുറച്ച് ചെടികൾക്കും കൂടെ നമുക്ക് ഫെർട്ടിലൈസറൊക്കെ ഒന്ന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു സംഭവമാണ്, ബയോഫാക്ടറിൻ്റെ 8 പെറ്റൽസ് എന്ന് പറയും. ഇതിൽ 2 ടൈപ്പ് സാധനങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് വന്നിട്ട് ദേ ഈ ഒരു സംഭവം ഗ്രാനുലേറ്റഡ് ബയോ ഫെർട്ടിലൈസർ ആണ്. ഇത് ചെറിയ കുഞ്ഞു കടുക് പോലെ ഉണ്ടാവും. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള ഈ ഒരു ബിലോം S1, S2, S3 വന്നിട്ട് 2 ബോട്ടിലും കൂടി ഉണ്ടാവും. ഈ S1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ കുഞ്ഞ് സീഡിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരുന്ന ചെടികളെ വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് നമുക്ക് ഈ ചെടികൾക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും, ചിലത് കായ്കൾ പൂ വന്നു കഴിഞ്ഞ് ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ വീഴില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ തടഞ്ഞിട്ട് പൂവിനെ നിലനിർത്തി നമുക്ക് കായാക്കി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിത് 2-3 പ്രാവശ്യം ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കുറേ എണ്ണത്തിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാതളമ്പഴമൊക്കെ അങ്ങനെ പിടിച്ചു നിന്നു. പിന്നെ ഗ്രാനുലേറ്റഡ് ബയോ ഫെർട്ടിലൈസർ വന്നിട്ട് ഇതുപോലെ സ്പൂണിലെടുത്തിട്ട് നമ്മൾ വേരിൻ്റെ ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ വന്നിട്ട് ഇപ്രാവശ്യം കായ്ക്കാതെ ഇരുന്ന ചാമ്പയാണ് കേട്ടോ. നമ്മൾ ഇട്ടതിന് ശേഷം ഈ വൈറ്റ് ചാമ്പയൊക്കെ കായ്ച്ചത്. പിന്നെ ഈ റെഡ് ചാമ്പ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം കുറച്ചുണ്ടായിരുന്ന പൂക്കൾ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം അത് കുറേ ദിവസം അങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലുതാവുന്നുമില്ല, താഴെ വീഴുന്നുമില്ല, പക്ഷെ അത് വീണ്ടും കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ വന്നിട്ട് S3 ആണ് എടുക്കുന്നത്. കാരണം എൻ്റെ ഈ ഒരു ചെടി വന്നിട്ട് കുറേ പൂക്കുന്നതല്ലാതെ കായ്ക്കുന്നില്ല. അപ്പോൾ അതിന് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു 7-8 ഡ്രോപ്സ് മാത്രം നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുലുക്കിയതിന് ശേഷം ഇങ്ങനെ ചെടിയുടെ താഴേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബയോഫാക്ടറിൻ്റെ 8 പെറ്റൽസ് ആർക്കെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ കായ്ക്കാത്ത ഈ മരത്തിലും കൂടെ ഇനി ഈ പൂവൊക്കെ കായ്ച്ച് കിട്ടുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ഞാൻ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും വീഡിയോയിൽ കായ്ച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്. സ്മെല്ല് ഒരുമാതിരി ഉണ്ടെങ്കിലും കഴിക്കാനും വലിയ രസമില്ലെങ്കിലും ശരീരത്തിന് നല്ലതാണ്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെയും എങ്ങനെയൊക്കെ ഒരു മിക്സ് ആയിട്ട് വരുന്ന പോലെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചാമ്പയൊക്കെ പോയി മക്കളെ, കിളി കഴിച്ചു പോയി. എന്നല്ല പറിക്കാൻ പറയണം വിചാരിച്ചേ, മരുന്ന് കൊടുക്കും. അയാൻ കടിച്ചത് അവിടെ അത് കഴിച്ചോട്ടെ. ഇനിയിപ്പോ ഒന്നും വെക്കണ്ട, അവിടെ ഉണ്ട്. കുട്ടികളെ ചോദിച്ചിട്ടേ ഇരിക്കാണ്. ഇനി അതും കൂടെ എന്തെങ്കിലും കഴിക്കും. രണ്ടും വലുതായ കാണുന്നില്ല. ഇവിടത്തെ തൊടുമ്പോഴേക്കും വന്ന് ഇതിനുള്ളാണ്. വരുന്നവർക്ക് എന്താണ് നിങ്ങളുടെ മക്കളെ വെച്ചിട്ട് അല്ലേ? ഇപ്പൊ അത് പോണ വഴി അറിയില്ല. അതാണ് മരുന്നെടുക്കണേ പറിച്ച് അവർക്ക് കൊടുത്താലേ കുട്ടികൾക്ക് കഴുകിട്ട്. രണ്ടിന്റെ കയ്യിൽ ഓരോ ഉറുമ്പൊക്കെ വരും. പൊട്ടിച്ചോ കറിയൂട്ടാ. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു മിക്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് എനിക്കത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കാതെ തന്നെ അടിച്ചിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തി ആയിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഇനിയൊരു സംഭവം എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുൽഫിയാണെന്ന് വേണം പറയാൻ കേട്ടോ. ഇതിൽ കുൽഫിയും ആക്കാൻ പറ്റും. ഇതിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്താൽ ജ്യൂസ് പോലെയും അല്ലെങ്കിൽ ഇതേ സ്മൂത്തി പോലെ ആയിട്ടുണ്ട്. ശരിക്കും ഇത് ഇതേപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അത് വന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഒരു സ്റ്റിക്കും കൂടെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കുൽഫി ആയിട്ട് കിട്ടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാൽ എന്ന് പറയുമ്പോൾ കാച്ചിയ പാലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ കുക്ക് ചെയ്യേണ്ടി വരാത്തത്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു 3-4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്ക്, ഫുഡൊന്നും കഴിക്കാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഹെൽത്ത് ഫാക്ടറും കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. അവർക്ക് വയറും നിറയും കേട്ടോ.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലും ചെറിയ കുട്ടികൾക്ക് ഒരു 1-1.5 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒഴിച്ച സംഭവം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കി ചൂടാക്കി ഒന്ന് എടുക്കുക. ഒരുപാട് തിക്കില്ലാണ്ട് എടുത്തതിന് ശേഷം അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് ധാരാളമാണ് കേട്ടോ. നമ്മൾ കൊടുക്കുമ്പോൾ 1.5 അടം കൊടുത്താൽ മതി എന്ന് മാത്രം. അപ്പം ഞാനിത് വന്നിട്ട് കുറുക്കുന്നൊന്നുമില്ല, ചൂടാക്കുന്നൊന്നുമില്ല. കാരണം നമ്മുടെ മക്കൾ എന്തായാലും 3 വയസ്സ് 2.25 വയസ്സും ഒക്കെ ആയല്ലോ, 4 വയസ്സൊക്കെ. അപ്പോൾ ചുച്ചുക്കും ഹേസുക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേ അവർക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നിട്ട് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളത്. വലിയ കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ബർത്ത്ഡേ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേ നമുക്ക് ആമസോണിൽ നിന്ന് എനിക്ക് കുറച്ച് കുർത്തീസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഇട്ട് പരിപൂർണമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ നല്ല കോട്ടണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സുകളാണ്. ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഇടാൻ പറ്റിയ ഫീഡിങ് കുർത്തീസാണ് കേട്ടോ ഇപ്രാവശ്യം എല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയെല്ലാം ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം നമ്മുടെ കുൽഫി ഇതേ റെഡി ആയിട്ടുണ്ട്. ശരിക്കും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ സാധനത്തിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ 2-3 ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാം, ഒരു മനസ്സമാധാനം ഇല്ലല്ലോ എന്നുകൊണ്ട് അങ്ങനെ കിടക്കാൻ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് നമ്മുടെ ഹേസും കൂട്ടം മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി അത് തുടയ്ക്കുക, ഭയങ്കര നിറയെ മൂത്രം ഉണ്ടായിരുന്നു. അത് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റിക്കും എടുത്ത് തുടച്ചിട്ട് അത് വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അതെൻ്റെ ശ്രദ്ധയിൽ പെട്ടുമില്ല. മൊത്തത്തിൽ ടെൻഷനും പിടിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ എങ്ങനെ വീണെന്ന് എനിക്ക് തന്നെ അറിയില്ല. വല്ലാത്തൊരു വീഴ്ചയായിരുന്നു കേട്ടോ. പറയുന്നേ സംസാരിക്കാമേ. ഇതാണ് സീന്. അമ്മയും കുട്ടിയും വെച്ചു എടുത്തിട്ട് ഇതിനെ കേട്ടിട്ട് കിടക്കുന്ന എന്താണ് ഓണാക്കിയത്? ഞാനെന്താ ആകാശം നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഴുവനാക്കാൻ പറ്റാത്ത ഒരു വ്ളോഗാണ്. ഏതായാലും വീണ് റനക്കുട്ടി പോയി വീഴേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കിട്ടിയത് എനിക്ക് പതക്കൊടയോന്നും പഠിച്ചോനെ എന്തോരം വേദനയായിരുന്നു എന്നറിയോ. കണ്ണിൽ നിന്ന് വെള്ളം വന്നത്, കരച്ചിൽ വന്നു, ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മുടെ ചേച്ചിക്കുട്ടീൻ്റെ, എന്തായാലും ചേച്ചിക്കുട്ടി ആഗ്രഹിച്ചതല്ലേ. അപ്പോൾ ബർത്ത്ഡേ ഇനിയിപ്പോൾ വീട്ടുകാരൊക്കെ വിളിച്ചിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ ബർത്ത്ഡേ ആയിട്ടല്ല, വെറുതെ എല്ലാവർക്കും ഒരു സന്തോഷം അല്ലേ എടാ അയച്ചു. അപ്പോൾ ഞാൻ എന്തോ പറയാൻ വേണ്ടി വന്നതായിരുന്നു ആക്ച്വലി ഈ വീഡിയോയ്ക്ക്. എന്തായിരുന്നു പറയാൻ വന്നത്? മറന്നുപോയി റന. അപ്പോൾ വെള്ളമൊന്നും താഴെ ചിന്താതെ എല്ലാവരും സൂക്ഷിക്കുക. കുറേ കാലമായിട്ട് ഞാൻ പറയുന്നതാണ് അവിടെ വെള്ളം ലീക്കുണ്ട്, അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സിലു ഭയങ്കര ലക്കിയാണ്, എല്ലാം കിട്ടുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് പല സംഭവങ്ങളും കുറേ കാലത്ത് എൻ്റെ ചോദിക്കലും കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുപോലെ പൈപ്പ് മറ്റേത് അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടി കുറേ ദിവസമായിട്ട് അതും ശരിയാക്കി. ഏതായാലും വീണത് പ്രമാണിച്ച് അതും കൂടെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഒരു മനസ്സിലൊരു പേടിയൊക്കെ. അപ്പം മെല്ലെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നീ എന്താ ബാക്ക് സൗണ്ട് ഇടുന്ന? ബാക്ക് മ്യൂസിക്. അതെ, മ്യൂസിക് എടുക്കുന്നു. അയച്ച പ്ലീസ് അമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനും പറ്റില്ല. ഇക്കാക്കാണെങ്കിൽ എന്തോ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോവാണ്. ഇത് ഞാൻ ഈ വീഡിയോയിൽ ഇടുമെന്നൊന്നും എനിക്കറിയില്ല, അവസാനത്തെ ഭാഗം ഏതായാലും ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ അന്ന് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കെന്തോ വയറെന്തൊക്കെയോ ആവുന്ന പോലെയൊക്കെ തോന്നിയിട്ട് അവസാനം പിന്നെ അമ്മാൻ്റെ അടുത്ത് പോയിരുന്നാലും ഒരു സമാധാനം കിട്ടുന്നിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ ഇൻഷാ അല്ലാഹ് ഇടാം.